പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇനി എന്തൊക്കെ തന്നെ വന്നാലും വിക്രമിനെ താൻ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയായിരിക്കും വേദ മുന്നോട്ട് പോകുന്നത്. എല്ലാ പ്രതിസന്ധികളെയും അവൾ തരണം ചെയ്യുന്നുണ്ട്. അതേസമയം ശ്രീകാന്ത് വേദയുടെ മുറിയിൽ ആരോ ഉണ്ട് എന്ന സംശയം വല്ലാതെ കൂടും. അവൻ ഇടയ്ക്കിടെ മുറിക്കകത്ത് വാതിൽ തുറന്നു പോയിട്ട് ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ്, ആരുടെയെങ്കിലും സംസാരം കേൾക്കുന്നുണ്ടോ എന്നറിയാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് വേദയെ തട്ടി വിളിക്കും. വിക്രമിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ വേദ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മുറി ഒന്ന് പരിശോധിക്കണമെന്ന് അവൻ വാശി പിടിച്ചു. ഇത് കേട്ട് വേദക്ക് നല്ല അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടേക്കങ്ങ് തട്ടിക്കയറി. അങ്ങനെ രണ്ടുപേരും തട്ടിക്കയറി സംസാരിക്കാണ്. ഈ ഒരു ബഹളം കേട്ടുകൊണ്ടായിരിക്കട്ടെ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം വേദ ചോദിക്കുന്നുണ്ട് തൻ്റെ വീട്ടിൽ എന്തിനാണ് ഇങ്ങനൊരു പരിശോധന എന്ന്. അകത്തിരുന്ന് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ നോക്കും. ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ശ്രീകാന്ത് വല്ലാതെ നോക്കുന്ന സമയത്തിൻ്റെ വേദ ദേഷ്യത്തിൽ വാതിലങ്ങ് അടക്കുകയാണ്. ശങ്കരനാരായൺ ഉടനെ തന്നെ ശ്രീകാന്തിനോട് ചോദിച്ചു, ഇവൾ തിരികെ വരാൻ കാരണം നീയാണോ എന്ന്. അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, അവൾ വെറുതെ പറയാണച്ചാ, ഈ മുറിയിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നെ അകത്തേക്ക് കയറ്റുന്നില്ല. അവൾ എന്തോ ഒളിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് അകത്ത് നിന്ന് വേറൊരു ശബ്ദവും കേൾക്കാമെന്ന് പറയും. ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അവൻ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇതിനകത്ത് വേദ ആരെ ഒളിപ്പിക്കാനാണെന്ന്. അതൊക്കെ നിന്റെ തോന്നലാണ്. വിക്രം തന്നെയായിരിക്കും അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ശ്രീകാന്ത് അങ്ങ് തകർപ്പിച്ച് പറയുന്ന സമയത്തിന് ശങ്കരനാരായണൻ അങ്ങ് ദേഷ്യപ്പെട്ടു. ആവശ്യമില്ലാത്തതൊന്നും പറയരുത് ശ്രീകാന്തേ. വേദയ്ക്ക് വിക്രമിനോട് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലായിരുന്നല്ലോ. എന്നിട്ടും അവൾ അവനെ സംരക്ഷിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ അവളെ സംശയിക്കാനൊന്നും നിൽക്കണ്ട. അവളുടെ കാര്യത്തിൽ ഇടപെടുകയോ മുറി പരിശോധിക്കണമെന്ന് പറയോ വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. പക്ഷേ ശ്രീകാന്തിന് വല്ലാത്ത ദേഷ്യത്തിൽ ശ്രീകാന്ത് അങ്ങ് മുറിയിലേക്ക് നോക്കി നിൽക്കും. പിന്നീട് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് തൻ്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം തന്നെ പങ്കുവെക്കും. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് സത്യമാണോ എന്നറിയണമല്ലോ. എങ്കിലും നീയോ ആ വീട്ടിലുള്ളവരോ പറഞ്ഞാൽ അവൾ മുറി തുറക്കില്ല. പക്ഷേ നമുക്ക് പോലീസിനെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കാമല്ലോ. ഇൻസ്പെക്ടറെ വിളിച്ച് വേദയുടെ മുറി ഒന്ന് പരിശോധിപ്പിക്കാനും സെർച്ച് ചെയ്യാനും പറ. അപ്പോൾ അവിടെ വിക്രമുണ്ടെങ്കിൽ വിക്രം അങ്ങ് കുടുങ്ങിക്കോളും. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അവൾക്ക് അത്രക്കുള്ള ധൈര്യമുണ്ടോ എന്ന്. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നത്, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല വേദയുടെ സ്വഭാവം. അവളൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവൾ ഏതറ്റം വരെയും പോവും. വിക്രത്തെ നമ്മൾ അവളിൽ നിന്നും അകറ്റിയതിൻ്റെ പക അവൾക്ക് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാൻ അവൾ എന്തും ചെയ്യും. എന്തായാലും സത്യം അറിയണമല്ലോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോണ് കട്ട് ചെയ്തു. വിക്രം അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. ഇതേ സമയം വേദ ഒരു ടെൻഷനുമില്ലാതെ വിക്രമിനെ നോക്കുകയാണ്. രണ്ടുപേരും ചിരിച്ചും കളിച്ചും ആ മുറിയിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. വിക്രമിൻ്റെ മുറിവൊക്കെ അവൾ ഭേദമാക്കി. ഭക്ഷണം വാരിക്കൊടുത്തു. തലയിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കുന്നു. കുളിക്കാൻ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. വിക്രം അങ്ങനെ കുളിച്ചു വന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ അവൾ അവൻ്റെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. വിക്രം കണ്ണെടുക്കാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്ന സമയത്തിനെ വേദ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നത് എന്ന്. നിങ്ങളുടെ വീട്ടിലായിരുന്നപ്പോൾ ഒരു ഷർട്ട് പോലും നനക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പം കണ്ടോ, നിങ്ങളുടെ എല്ലാ കാര്യവും ഒരു ഭാര്യയുടെ കടമ പോലെ തന്നെ ഞാൻ നോക്കുന്നില്ലേ. വിക്രം വേദയെ നോക്കിയിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല വേദ. നിന്റെ വീട്ടിൽ ഞാനിങ്ങനെ ഒളിച്ചു താമസിക്കുമെന്നോ നീ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുമെന്നോ ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അന്നേരം വേദ പറഞ്ഞത്, എനിക്കും അങ്ങനെ തന്നെയാണ് വിക്രം. പക്ഷേ ഇതിനൊക്കെ കാരണക്കാരായത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന്. അന്നേരം വിക്രം പറയുന്നത്, അതിന് നീ എന്നെ പുറത്തേക്ക് വിടുന്നില്ലല്ലോ. എൻ്റെ ഫോണ് പോലും ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ. ഒരു 2 ദിവസം കൂടി കഴിയട്ടെ. നിനക്ക് നടക്കാനാവുമ്പോഴേക്കും നമുക്ക് തീരുമാനിക്കാമെന്ന് വേദ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് വർഷയും ദീപ്തിയും മുറിയിലേക്ക് വരാൻ നോക്കുമ്പോൾ വേദ അവരേക്ക് അവിടെ നിന്നും ഓടിച്ചിട്ട് വിടുന്നുണ്ട്. ഇത് കണ്ട് വിക്രമിന് വല്ലാതെ ടെൻഷനാവും. അവൻ വേദയോട് പറയുന്നുണ്ട്, എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങി വേദ. ഇവിടെ ആരോ, ഈ മുറിയിൽ നിന്റെ കൂടെ ആരോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാമെന്ന് പറയും. പക്ഷേ വേദ സമ്മതിക്കുന്നില്ല. താൻ പറയുന്നത് കേട്ടാൽ മതിയെന്നും അവൾ അങ്ങ് കടുപ്പിച്ചു പറയാണ്. അപ്പോഴാണ് വീണ്ടും മുറിയിൽ ആരോ തട്ടുന്നൊരു ശബ്ദം കേട്ടത്. വേദ വാതിൽ തുറന്നപ്പോൾ അത് ശങ്കരനാരായണനായിരിക്കും. അച്ഛാ, എന്താണ് എന്ന് അവൾ ചോദിച്ചപ്പോൾ, എനിക്കകത്തേക്ക് വരാമോ എന്ന് ശങ്കരനാരായണൻ ചോദിക്കാണ്. ശങ്കരനാരായണൻ അങ്ങ് മുറിയിലേക്ക് കയറി വന്ന് അലമാരയൊക്കെ പരിശോധിക്കുന്നത് കണ്ട് വേദക്ക് വല്ലാത്ത സങ്കടമായി. അച്ഛനും അവരുടെ വാക്ക് കേട്ട് എന്നെ സംശയിക്കുകയാണല്ലേ എന്ന് അവൾ സങ്കടത്തോട് ചോദിച്ചു. മോളെ, എനിക്ക് മോളെ വിശ്വാസമാണ്. എങ്കിലും ഒരു ഉറപ്പ് വേണ്ടേ? നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അച്ഛൻ അറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി. ഉടനെ വേദ അങ്ങ് വാതിലടച്ചു. ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വന്നു. അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, എന്നെ നല്ല വിശ്വാസമാണെന്ന്. അച്ഛൻ അറിയില്ലല്ലോ എൻ്റെ ഈ കാഞ്ഞ ബുദ്ധി. വേദ ദേഷ്യത്തിൽ വിക്രമിനെ അങ്ങ് നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൂടുതൽ കളിയാക്കാതെ അവിടെ ഇരിക്കാൻ നോക്ക്.
അങ്ങനെ പിറ്റേ ദിവസം പോലീസുകാർ വീട്ടിലേക്ക് വന്നു. വേദയുടെ മുറി പരിശോധിക്കാൻ ശങ്കരനാരായണൻ അനുവാദം കൊടുത്തു. പോലീസ് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് തന്നെ വേദ പെട്ടെന്ന് വിക്രമിനെ മുറിയിലെ മുകളിലെ ആ ഒരു സ്റ്റോർ റൂമിലേക്ക് മാറ്റി. പെട്ടെന്ന് വാതിൽ തുറന്ന് പോലീസ് അങ്ങോട്ടേക്ക് നോക്കി. ശ്രീകാന്ത് പറഞ്ഞു പോലീസിനോട് പോലീസ് മുറി ഒന്ന് പരിശോധിക്കണമെന്ന്. വേദ പറയുന്നത് ആയിക്കോട്ടെ പരിശോധിച്ചോളൂ, പക്ഷേ ഇതോടുകൂടെ തന്നെ ഇത് ഇന്നത്തോടെ അവസാനിക്കണമെന്ന് പറയും. ഇനി ആരും തന്നെ എൻ്റെ മുറിയിൽ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നുകൊണ്ട് തന്നെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ് അവൾ അങ്ങ് ദേഷ്യപ്പെട്ടാണ്. പോലീസ് അങ്ങനെ വേദയുടെ മുറി മുഴുവൻ അങ്ങ് അരിച്ചു പെറുക്കി. വിക്രം പിടിയിലാവുമോ എന്ന പേടിയിലായിരിക്കട്ടെ വേദ നിൽക്കുന്നത്. അപ്പോഴായിരിക്കും ശ്രീകാന്ത് പറയുന്നത് മുകളിൽ ഒരു സ്റ്റോർ റൂം കൂടിയുണ്ട് എന്ന്. ഈ വാതിൽ തുറന്നാൽ അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയും. അത് കേട്ടതോടുകൂടെ തന്നെ വേദ ആകങ്ങനെ അമ്പരന്ന് പോവാണ്. പോലീസ് ആ വാതിൽ തുറന്ന് മുകളിലേക്ക് പോയി. വിക്രം അവിടെ പേടിച്ച് വിറച്ച് നിൽക്കുമായിരിക്കും. പക്ഷേ പോലീസ് അങ്ങോട്ടേക്ക് നോക്കിയെങ്കിലും വിക്രമിനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആരുമില്ല എന്ന് പറഞ്ഞ് പോലീസ് താഴേക്ക് വന്നപ്പോൾ ശ്രീകാന്തിന് നല്ല നിരാശയായിരുന്നു. വേദ ദേഷ്യത്തോടു കൂടെ തന്നെ അവനിങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. പോലീസ് പോയ ഉടനെ തന്നെ വേദ ഓടിച്ചെന്ന് വിക്രമിനെ താഴേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഈ വീട്ടിൽ ഇനിയും നിൽക്കാൻ പറ്റില്ല വേദ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന് വിക്രം പറഞ്ഞപ്പോൾ വേദ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. വിക്രം പ്ലീസ് വേണ്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ഇന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഇനിയും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കിങ്ങനെ ഒളിച്ചിരിക്കാൻ വയ്യ എന്ന് പറയാണ് വിക്രം. എനിക്ക് ഭ്രാന്ത് പിടിക്കണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അങ്ങ് വിഷമിക്കുക. ഈ മുറിവ് ഭേദമാകുന്നത് വരെയെങ്കിലും നിങ്ങൾ ഇവിടെ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവനെ സമാധാനിപ്പിച്ചു. അപ്പോഴാണ് വേദയുടെ മുറിക്കുള്ളിൽ വിക്രമിൻ്റെ ശബ്ദം ദീപ്തി കേൾക്കുന്നത്. ചേച്ചി എന്ന് വിളിച്ചിട്ട് അവൾ ഇങ്ങനെ വാതിൽ തട്ടി. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ അനിയത്തിയാണ് വിളിക്കുന്നത് എന്ന്. നമ്മൾ സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ടാവും. അവൾ വിചാരിക്കുന്നത് വരുണിനെ കൊന്നത് ഞാനാണെന്നാണ്. ഞാൻ അവളോട് നേരിട്ട് പറയാം. പക്ഷേ വേദ അവനെ തടഞ്ഞു. വേണ്ട വിക്രം, അവൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല. ചിലപ്പോൾ അവൾ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. നീ ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവനെ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് മാറ്റി. അങ്ങനെ ദീപ്തി വിളിച്ചത് കൊണ്ട് തന്നെ വേദ വാതിൽ തുറന്നപ്പോൾ ദീപ്തി ചോദിക്കുന്നത് ചേച്ചി ആരോടോ അകത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറയും. ചേച്ചി മാത്രമല്ല, ഇവിടെ വേറെ ആരോ ഉണ്ട്. അന്നേരം വേദ പറയുന്നത് അത് ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് എന്ന്. പക്ഷേ ദീപ്തി അത് വിശ്വസിക്കുന്നില്ല. ഇതിൽ ഫോണിലെ സംസാരമൊന്നുമല്ല, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. വിക്രം ചേട്ടൻ്റെ ശബ്ദം പോലെ എനിക്ക് തോന്നി. സത്യം പറ ചേച്ചി, ഇവിടെ എന്താ നടക്കുന്നത്? ഇനി ദീപ്തിയോട് സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് വേദക്കും തോന്നി. അവൾ ദീപ്തിയെ അകത്തേക്ക് പിടിച്ചു കയറ്റിയിട്ട് അങ്ങ് പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്ക്. എന്നിട്ട് വിക്രമിനെ അവളുടെ മുന്നിലേക്ക് അങ്ങ് കൊണ്ടുവന്ന് നിർത്തി. ദീപ്തി വിക്രമിനെ കണ്ടപ്പോൾ ആകങ്ങനെ ഞെട്ടിത്തെറിച്ചു പോവാണ്. അവൾ വേഗം തന്നെ കട്ടിൽ നിന്നങ്ങ് ചാടി എഴുന്നേറ്റു. വേദ പറയുന്നുണ്ട് നീ ഇരിക്കുമോളെ, നിന്നോട് ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. നിന്റെ എല്ലാ തെറ്റിദ്ധാരണയും ഇന്നത്തോടെ മാറണം. വിക്രമാണ് വരുണിനെ കൊന്നത് എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിക്രം പറയുന്നുണ്ട് ദീപ്തി, ഞാൻ ഒരിക്കലും വരുണിനോട് അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനും വേദയുമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. വരുണിനെ കുത്തിയ ആള് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആരോ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരും ഞാനാണ് കൊന്നത് എന്ന് വിശ്വസിച്ചത്. ദീപ്തിക്കാണെങ്കിൽ ഇതൊന്നും തന്നെ വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന സമയത്ത് വേദ പറഞ്ഞു വിക്രം നിരപരാധിയാണെന്ന്. വരുണിൻ്റെ അച്ഛൻ വിക്രമിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. മരിക്കാൻ പോയ അവസ്ഥയിൽ നിന്നാണ് ഞാൻ വിക്രമിനെ രക്ഷിച്ചുകൊണ്ട് വന്നത്. വരുണിൻ്റെ അച്ഛൻ വാസവൻ വിക്രമിനെ വെടിവെച്ചതാണ്. ആ മുറിവാണ് ഇവനുള്ളത്. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തും വരെ വിക്രം ഇവിടെ തന്നെ ഒളിച്ചു താമസിച്ചേ പറ്റൂ. ഇത് കേട്ടിട്ട് ദീപ്തിക്ക് സത്യം മനസ്സിലായി. താൻ ആരോടും പറയില്ല എന്നും എല്ലാം ശരിയാവും വരെ വിക്രം ഇവിടെ സുരക്ഷിതനാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവാൻ നോക്കുകയാണ്. വരുണിൻ്റെ അച്ഛനോട് താൻ സംസാരിക്കാമെന്നും പറയുന്നിട്ടോ ദീപ്തി. അങ്ങനെയായിരിക്കും ദീപ്തി അവിടെ നിന്നും പോകുന്നത്. എന്നാൽ വിക്രമിനെ കിട്ടാത്ത ദേഷ്യത്തിൽ വാസവനാണെങ്കിൽ വലിയ വിഷമത്തിലായിരിക്കും. ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറഞ്ഞു അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഉടനെ തന്നെ കണ്ടുപിടിക്കണമെന്ന്. വേദയുടെ അഹങ്കാരം അങ്ങ് തീർത്തു കൊടുക്കണം. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. വാസവനെ വിട്ടിട്ട് വിക്രമിൻ്റെ വീട്ടുകാരെ അങ്ങ് തല്ലിക്കണം. അപ്പോൾ പിന്നെ വിക്രം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിക്കോളും. അങ്ങനെ അന്ന് വാസവൻ്റെ കൈകൊണ്ട് തന്നെ അവൻ അങ്ങ് മരിക്കട്ടെ എന്ന് പറയും. ശ്രീകാന്ത് ഉടനെ തന്നെ വാസവനെ വിളിച്ചു പറഞ്ഞു അവനെ പുറത്തിറക്കണമെങ്കിൽ അവൻ്റെ വീട്ടുകാരെ തൊടണം. അവർക്ക് നോവുന്നത് അവന് സഹിക്കില്ല. വാസവൻ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഇനി ശുദ്ധികലശം നടത്താം. വാസവനും ഗുണ്ടകളും വിക്രമിൻ്റെ വീട്ടിലേക്കെത്തി. കമലമ്മയും ആഷ്നയും മറ്റുള്ളവരെല്ലാം ഭീഷണിപ്പെടുത്തി. വിക്രമിനെ കിട്ടിയില്ലെങ്കിൽ വിക്രമിനെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയുമെന്നും പറഞ്ഞ് അവൻ കമലമ്മയെ വല്ലാതെ അങ്ങ് ഉപദ്രവിച്ചു. കമലമ്മയുടെ കഴുത്തിനങ്ങ് പിടിക്കുകയും എല്ലാവരെയും തല്ലുകയും ചെയ്തു. ഇതൊക്കെ കണ്ട കമലത്തിന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്.
അമ്മയെ തൊട്ടാൽ വിക്രം ഉടനെ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്നും പോയി. കമലമ്മ അതോടുകൂടി തന്നെ ബോധം കെട്ട് വീഴാണ്. അതോടുകൂടി എല്ലാവരും അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ശ്രീജ ഉടനെ തന്നെ വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ട് വേദ ആകെ പേടിച്ചു പോയി. വിക്രമിനോട് താൻ ഇത് എങ്ങനെ പറയുമെന്നായിരുന്നു വേദയുടെ പേടി. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നും വാസവൻ ഒരുപാട് ഉപദ്രവിച്ചു എന്നും ശ്രീജ സങ്കടത്തോടെ പറയാണ്. വിക്രത്തെ കണ്ടാൽ മാത്രമേ കമലമ്മയ്ക്ക് ഇനി ആ ഒരു പേടി മാറൂ എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന്. ഫോൺ വെച്ചതിന് ശേഷം വിക്രമിനോട് ഈ ഒരു കാര്യമെല്ലാം തന്നെ തുറന്നു പറയാൻ വേദ തീരുമാനിച്ചു. വേദയുടെ മുഖം കണ്ടുകൊണ്ട് തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ വേദ, നിനക്ക് എന്താ പറ്റിയത്? അന്നേരം അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴേക്കും വിക്രം ആകെ ഞെട്ടിപ്പോയി. എനിക്കമ്മയെ ഇപ്പം തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് അവൻ നേരെ മുകളിലേക്ക് അങ്ങ് ചാടി താഴേക്ക് ഇറങ്ങാണ്. ആരും കാണാതെ വേദ അവനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ടവൽ കൊണ്ട് തലയും മുഖമൊക്കെ മൂടാൻ വേണ്ടിയിട്ട് അവൾ അവനോട് പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ വേദ കമലമ്മേൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. വിനായകനും നന്ദിനിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വാസവൻ വന്ന് അമ്മയെ ഉപദ്രവിച്ച കാര്യമെല്ലാം തന്നെ അവർ പറഞ്ഞു. വിക്രം മാറി നിന്ന് ഇതെല്ലാം തന്നെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലും വിഷമത്തിലുമായിരിക്കും. വേദ നന്ദിനിയോടും വിനായകനോടും ഡ്രസ്സും മറ്റും എടുക്കാൻ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ അവൾ അവരെ അവിടെ നിന്ന് മാറ്റാൻ നോക്കുകയാണെന്ന് നന്ദിനിക്ക് മനസ്സിലായിരുന്നു. ശ്രീജയും വിഷ്ണുവും ക്യാൻറ്റീനിലേക്ക് പോയ ആ ഒരു സമയം നോക്കിക്കൊണ്ട് തന്നെ വേദ വിക്രമിനെ കമലമ്മയുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. കമലമ്മ കരഞ്ഞുകൊണ്ട് വേദയോട് വിക്രമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിക്രം മാസ്ക് മാറ്റി കമലമ്മയുടെ മുന്നിലേക്കെത്തി. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെ വിക്രം അവരെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്കൊന്നുമില്ല അമ്മേ, ഞാൻ വേദയുടെ വീട്ടിലായിരുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ കമലമ്മ ശരിക്കും അങ്ങ് അത്ഭുതപ്പെട്ടു. സുധാകരൻ മാഷും കമലമ്മയും വിക്രമിനെ കണ്ട ആ ഒരു സന്തോഷത്തിലായിരിക്കും. വേദ എങ്ങനെയാണ് അവനെ ഇത്രയും നാൾ അവിടെ ഒളിപ്പിച്ചത് എന്ന് അവർ ചോദിക്കുകയാണ്. മുറിയോട് ചേർന്ന് ഒരു വാതിലുണ്ട് എന്നും ആരെങ്കിലും വന്നാൽ മുകളിലേക്ക് പോകുമെന്നും വേദ വിശദീകരിച്ചു. ആരെങ്കിലും കാണുന്നതിന് മുൻപ് പോകണമെന്ന് വേദ പറഞ്ഞ് അവനെ വേഗം തന്നെ അവിടെ നിന്നും കൊണ്ടുപോവാണ്. വേദ വിക്രമിനെ നന്നായി നോക്കുന്നുണ്ട് എന്ന് അവർക്ക് അതോടെ മനസ്സിലായി. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ദീപ്തി അവിടെ ഉണ്ടായിരുന്നു. വിക്രമിൻ്റെ അമ്മയെ ഉപദ്രവിച്ച കാര്യം കേട്ട് അവളും വല്ലാതെ വിഷമിച്ചു. പക്ഷേ വിക്രം പ്രതികാരം ചെയ്യാൻ പോകുമോ എന്നതായിരുന്നു വേദയുടെ പേടി. വിക്രം ദേഷ്യം കടിച്ചമർത്തി അവിടെ തന്നെ ഇരുന്നു. ദീപ്തി ഉടനെ വരുണിൻ്റെ അച്ഛനെ കാണാൻ പോയി. വരുണിനെ കുത്തിയത് വിക്രം ചേട്ടനല്ല എന്ന് അവൾ വാസവനോട് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് വിശ്വസിച്ചില്ല. സാക്ഷികളുണ്ട് എന്ന് അദ്ദേഹം വാശി പിടിക്കുമ്പോൾ ദീപ്തി ഓരോ കാര്യങ്ങളങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ആരെങ്കിലും വിക്രം ചേട്ടനെ ചതിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാമെന്ന് ദീപ്തി പറയുന്നുണ്ട്. പക്ഷേ വാസവൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. വിക്രമിനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ സങ്കടമാവുമെന്ന് പറഞ്ഞുകൊണ്ടതായിരിക്കട്ടോ ദീപ്തി അവിടെ നിന്നും പോരുന്നത്. ഇതേ സമയം വേദ ഉറങ്ങിക്കിടക്കുന്ന സമയത്തന്നെ വിക്രം അവിടെ നിന്നും ആരും കാണാതെ രക്ഷപ്പെടുകയാണ്. വാസവനോടുള്ള പ്രതികാരം തീർക്കാൻ തന്നെയായിരിക്കും വിക്രമിൻ്റെ തീരുമാനം. വേദ ഉണർന്നു നോക്കുമ്പോൾ വിക്രമിനെ അവിടെയൊന്നും കാണാനില്ല. അതോടുകൂടെ തന്നെ വേദ ആകെ പേടിച്ചു വിറച്ചുകൊണ്ട് തന്നെ ഇഷിതയെ വിളിച്ച് കാര്യം പറയും. വിക്രം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും, എനിക്ക് പേടിയാവുന്നു എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്. ശങ്കരനാരായണൻ ആ സമയത്തന്നെ വേദിയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, വിക്രം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. നീ എത്രയൊക്കെ സംരക്ഷിച്ചാലും വാസവിൻ്റെ കയ്യിൽ നിന്നും അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയട്ടെ അദ്ദേഹം. തൻ്റെ മുന്നിൽ എല്ലാ വഴികളും അടയുന്നത് കണ്ടുകൊണ്ട് തന്നെ വേദ ആകെ തളർന്നുപോയി. വിക്രം ഇപ്പോൾ നേരെ പോകുന്നത് വാസവിൻ്റെ അടുത്തേക്കായിരിക്കും. വേദയുടെ ഉള്ളിൽ ആദി പടരുകയാണ്. വിക്രം എങ്ങോട്ടേക്കാണ് പോയതെന്ന് അവൾക്ക് കൃത്യമായിട്ടറിയാം. തൻ്റെ അമ്മയെ തൊട്ടവനെ വെറുതെ വിടാനൊന്നും അവൻ മടിക്കില്ല. രാത്രിയുടെ നിശബ്ദയിൽ കാർ എടുത്തുകൊണ്ട് തന്നെ വിക്രം വാസവന്റെ താവളം ലക്ഷ്യമാക്കി പാഞ്ഞു. അതേസമയം നഗരത്തിൽ വിജനമായൊരിടത്ത് വാസവന്റെ ഗുണ്ടകൾ കാവൽ നിൽക്കുന്ന ഗോഡൌണിന് മുന്നിൽ വിക്രം എത്തിക്കഴിഞ്ഞിരുന്നു. അവന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ കനലെരിയുന്നുണ്ടായിരുന്നു. ഒരു വന്യമൃഗത്തെ പോലെ അവൻ ഉള്ളിലേക്ക് ഇരിച്ചു കയറി. തടയാൻ വന്ന ഗുണ്ടകളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവൻ അങ്ങ് അടിച്ചു വീഴ്ത്തി. വിക്രമിന്റെ അടങ്ങാനാവാത്ത ദേഷ്യത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ശബ്ദം കേട്ട് വാസവൻ പുറത്തേക്ക് വരുമ്പോൾ കണ്ടത് തൻ്റെ ആളുകൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ്. എടാ നീ വന്നോ, നിന്നെ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് വാസവൻ തൻ്റെ അരികിൽ നിന്നും ഒരു തോക്ക് പുറത്തേക്കെടുത്തു. വിക്രം ഒട്ടും ഭയന്നില്ല. എൻ്റെ അമ്മയെ നീ തൊട്ടുവല്ലേ, ഇതിനുള്ള മറുപടി തരാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങ് അലറി വിളിച്ചു. വാസവൻ ട്രിഗറിൽ വിരലമർത്താൻ ഒരുങ്ങിയ നിമിഷം തന്നെ ഒരു കാറ് വലിയ ശബ്ദത്തോട് അങ്ങോട്ടേക്ക് വന്നു നിന്നു. അതിൽ നിന്നും വേദയും ദീപ്തിയും ഓടിയിറങ്ങി വന്നു. വാസവൻ സർ, ഒന്ന് നിർത്തൂ, നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, ദീപ്തി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ വാസവൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഇവൻ എൻ്റെ മകനെ കൊന്നു, അതുകൊണ്ട് ഇവനും മരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വാസവൻ അങ്ങ് ആക്രോശിക്കുകയാണ്. ആ സമയം വേദ തൻ്റെ ഫോണിലുള്ള ഒരു വീഡിയോ അങ്ങ് പ്ലേ ചെയ്ത് വാസവനെ നേരെ നീട്ടി കാണിച്ചു കൊടുത്തു. ദേ ഇത് നോക്ക് വാസവൻ സാറേ, വരുണിനെ കുത്തിയത് വിക്രമല്ല, അന്ന് ആ രാത്രിയിലെ CCTV ദൃശ്യങ്ങളാണിത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ശ്രീകാന്തും അവൻ്റെ ആളുകളുമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തെളിവങ്ങ് കാണിച്ചു കൊടുത്തു. വീഡിയോ കണ്ട വാസവൻ ആകെ തകർന്നു പോയി.
തൻ്റെ മകനെ കൊന്നത് താൻ വിശ്വസിക്കുന്ന ശ്രീകാന്തും കൂട്ടരുമാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ അങ്ങ് വിറച്ചു. തോക്ക് താഴേക്ക് വീണു. താൻ ഇത്രയും കാലം നിരപരാധിയായ വിക്രമിനെയാണ് വേട്ടയാടിയതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വാസവൻ മുട്ടുകുത്തിയങ്ങ് കരയാണ്. വിക്രം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് തോളിലങ്ങ് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ സത്യം എല്ലാവരും അറിയണം. അങ്ങനെ വാസവൻ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ പോലീസ് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും അറസ്റ്റ് ചെയ്തു. പവിത്രം കുടുംബത്തിൽ സമാധാനം അങ്ങനെ തിരിച്ചു വന്നു. കമലമ്മയുടെ അരികിൽ വിക്രം എത്തിയപ്പോൾ ആ അമ്മയുടെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കമലമ്മ പറയുന്നുണ്ട്, മോളെ, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നത് നീയാണ്. വിക്രം വേദയുടെ കൈകളിൽ അങ്ങ് അമർത്തി പിടിച്ചു. ആ കണ്ണുകളിൽ പ്രണയവും നന്ദിയും തുളുമ്പും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് തന്നെ അവരൊന്നാവുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.